ഹലോ ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇതൊരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നല്ല അടിപൊളി എഗ് റോസ്റ്റ് റെസിപ്പിയും കൂടെ ഇടുന്നുണ്ട്. അപ്പം ഞാൻ അമ്മ ചക്ക കൊയ്യാൻ പോയപ്പം ക്യാമറയും പിടിച്ച് അതിൻ്റെ ബേക്കിൽ തന്നെ പോയതാണ്. പിന്നെ ഈ ഒരു വോയിസ് കൊടുക്കുമ്പം ചെറിയ സൗണ്ട് ഇറിറ്റേഷൻ ഉണ്ടാവും. അത് വേറെ ഒന്നുമല്ല കേട്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ മഴ പെയ്യുന്നതുകൊണ്ടാണ്. മഴ പോയിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചാൽ അതൊട്ട് നടക്കില്ല. അപ്പോൾ ഈ ഒരു ചക്ക കൊയ്യുന്ന പരിപാടി എല്ലാ ദിവസവും ഇവിടെ വൈകുന്നേരം പതിവാണ്. സാധാരണ ഹൈറ്റിലൊക്കെ ആണെങ്കിൽ അച്ഛനാണ് കൊയ്തെടുക്കാറ് തോട്ടിയും കൊണ്ട്. അപ്പോൾ ഇത് രാവിലെ നമുക്ക് തൊഴിലുറപ്പിന് പോകുമ്പം ആ ഒരു ടൈമിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഡെയിലി ചക്ക പുഴുങ്ങാറുണ്ട്. ഞാനങ്ങനെ ഡെയിലി ഒന്നും കഴിക്കാറില്ല. അങ്ങനെ ചക്കയൊക്കെ കൊയ്ത് വന്നപ്പോഴത്തേക്കും ത്രിജൂട്ടിനിവിടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ വിളക്ക് വെച്ചു. പിന്നെ ഇവിടെയാണെങ്കിൽ ഭയങ്കര കൊതുകിൻ്റെ ശല്യമായതുകൊണ്ട് പുക വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പുക ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചൊരാശ്വാസമാണ്. വിളക്കൊക്കെ വെച്ചിട്ട് ഞാൻ വേഗം കുക്കിങ്ങിൻ്റെ പരിപാടി നോക്കി. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. പിന്നെ ഞാൻ പൂരിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഡിന്നറായിട്ട് ഇനിയിപ്പോൾ ഇന്ന് ഇത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ചോറൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റാണ് കേട്ടോ. നല്ല ചൂട് പൂരിയും അതിൻ്റെ കൂടെ എഗ് റോസ്റ്റ് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറി, കടലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ടക്കറി, അതായത് മുട്ട റോസ്റ്റ് എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് ജോലിക്ക് പോകാനുള്ളവർക്കാണെങ്കിലും പിന്നെ വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുമൊക്കെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് ആദ്യം തക്കാളി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, വല്യുള്ളി ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുക കേട്ടോ. പിന്നെ ഒരു ബൗളിൽ ഒരു 5 മുട്ട എടുക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ ആ ബൗളിലും കൂടെ സെറ്റാക്കിയതിന് ശേഷം ബൗൾ അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുക്കർ മൂടി വെച്ചിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 വിസിലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ. നമ്മൾ അധികം കൂട്ടിയിടണ്ട, ഫ്ലെയിം ഒരു മീഡിയത്തിലിട്ടാൽ മതിയേ. എന്നിട്ട് അത് തുറന്നതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചിട്ട് മുട്ട നമുക്ക് തോല് പൊളിച്ചെടുക്കാം. പിന്നെ ഒന്ന് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടോ. പിന്നെ ഇതിന് തേങ്ങ അരച്ച് കഴിഞ്ഞാലും മുട്ട കറിയായി, അല്ലെങ്കിൽ മുട്ട റോസ്റ്റായിട്ടും റെഡിയാക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല കുറുകിയ കറിയായിരിക്കുമേ. അതാവുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൂരിക്ക് കുഴയ്ക്കുന്നുണ്ട് കേട്ടോ. പൂരിക്ക് ചൂടുവെള്ളത്തിലായാലും പച്ചവെള്ളത്തിലായാലും എങ്ങനെ കുഴച്ചാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഞാൻ 2 രീതിയിലും കുഴച്ച് നോക്കാറുണ്ട്. അപ്പോൾ ത്രിജൂട്ടിന് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ത്രിജൂട്ടിനോട് ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നതാണ് ഞാൻ. അപ്പോൾ അവനാണെങ്കിൽ ഞാനിങ്ങനെ കുഴയ്ക്കുമ്പം അവനും കൂടെ ഇരുന്ന് കുഴയ്ക്കണം. അങ്ങനെ അവനും ഒരു ഉരുള കൊടുത്ത് അവനെ അവിടെ ഇരുത്തി കേട്ടോ. അവൻ്റെ അടുത്ത് സംസാരിച്ച് കുക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല രസമാണ് കേട്ടോ. അവൻ്റെ ഓരോ സംശയങ്ങളൊക്കെ ആയിട്ട്. പിന്നെ പൂരി നമ്മൾ ഇങ്ങനെ പരത്തി എടുക്കുമ്പം അധികം കട്ടി കൂടാനും പാടില്ല, കുറയാനും പാടില്ല. എന്നിട്ട് നല്ല ചൂടോടെ തന്നെ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊന്തി കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ പൂരി കുഴച്ച് പ്രസ്സിൽ പരത്തിയെടുത്തു. പ്രസ്സിലാകുമ്പം പെട്ടെന്ന് അധികം ബുദ്ധിമുട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മളെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കുറുക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്. വേഗം തന്നെ കറിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ വേഗം തീ പിടിപ്പിച്ചിട്ട് അടുപ്പത്ത് വെക്കാൻ വിചാരിച്ച് പൂരി. വെറുതെ ഗ്യാസ് കളയണ്ടല്ലോ, അടുപ്പും വിറകൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ തീ കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, മണ്ണെണ്ണ ഇല്ലാണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് ശീലമായി കേട്ടോ. ഇപ്പം എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഞാൻ വേഗം തീയൊക്കെ കത്തിച്ച് നല്ല ചൂട് പൂരി ചുട്ടെടുത്തു കേട്ടോ. അങ്ങനെ പൂരിയൊക്കെ ചുട്ട് നല്ല ചൂടോടെ കഴിക്കാനാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളൂല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. താങ്ക്